ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോവാണ്. കുറേ നാളെന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 yearsന് കൂടുതലായി ഞാൻ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ട്. ഞാൻ കുറച്ച് കുഞ്ഞായിരുന്നപ്പോൾ പോയൊരു എനിക്ക് ഓർമ്മയില്ല പോയിട്ടുള്ളത്. പക്ഷെ എന്നെ കൊണ്ടുപോയിട്ട് കണ്ടെന്നാണ് അമ്മയൊക്കെ പറയുന്നത്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുഞ്ഞായിരുന്നു. സോ അവിടെ പോകാനായിട്ട് റെഡി ആവുകയാണ്. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്. ഞാൻ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ആൻഡ് അപ്പോൾ അറിഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് വിശ്വാസമുള്ള ഒരു പ്രതിഷ്ഠയാണ്. അതുമാത്രമല്ല, സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ അറിയുന്നതെന്നൊക്കെ ഞാനിപ്പോഴാണ് അറിയുന്നത്. സത്യമായിട്ടും എൻ്റെ ഇത്രയും വർഷത്തിൽ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് വേൾഡ് ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമൺ ഒത്തുകൂടുന്ന ഒരു ക്ഷേത്രത്തിന് 2009 എന്തോ 2.5 മില്യൺ ആൾക്കാരുണ്ടായിരുന്നു പൊങ്കാല ഉത്സവത്തിന്. അപ്പോൾ അതൊക്കെ എൻ്റെ പുതിയ അറിവുകളാണ്. പിന്നെ അവിടെ ആ ദേവിയുടെ പ്രതിഷ്ഠ എങ്ങനെ വന്നു, ആ ഒരു കുറച്ച് സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം അതിൻ്റെ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ച് പെയിൻറ്റിങ് ആയിട്ടൊക്കെ സ്റ്റോറി പോലെ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഈ സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ പിക്ചേഴ്സും കൂടെ കണ്ടപ്പോൾ ഓക്കെ ആയി. ആൻഡ് അതുപോലെ അവിടുത്തെ ദേവിയുടെ സാരി 7 തവണ ഒരു ദിവസം മാറ്റും. 7ാമത്തെ സാരി അടുത്ത ദിവസം രാവിലെ വരെ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ആൻഡ് ചെന്നപ്പോൾ സാരി മാറ്റുന്നതും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. നാരങ്ങ വിളക്കും കത്തിക്കാനൊക്കെ പറ്റി. അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തുള്ള ഒരു ഡേ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നിയിട്ട് ആസിഫി ബിരിയാണിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തത്. പക്ഷെ ഞാൻ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പക്ഷേ നോർമൽ, ഇറ്റ് വാസ് എ ഓക്കെ ബിരിയാണി. അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഹൈപ്പൊന്നും പറയാൻ തോന്നിയില്ല. കാരണം കുറേ നാളുണ്ട് ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഒന്ന് കയറണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. ആൻഡ് അവിടെ വേറൊരു ഡിഫറെൻറ്റ് വേ അവരുടെ കൂടെ ഒരു ചട്നിയൊക്കെ തരുന്നുണ്ട്. ആൻഡ് നമ്മളൊരു ബക്കറ്റ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റായിട്ട് ഇത് ഒരു ബ്രെഡ് ഹൽവയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതെനിക്കിഷ്ടമായില്ല. മേ ബി ദാറ്റ് ഈസ് ഓൺലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ബിരിയാണിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കിടന്നു. ദാറ്റ്സ് ഇറ്റ്.